ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ. ഈ ഹക്കിന് ശേഷം ഉള്ളത് ലലാലല്ലാതെ മറ്റെന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അല്ലാഹുവാണ് എന്ന് പറയുന്നതിനപ്പുറം എനിക്ക് ഉപജീവനം നൽകാൻ മറ്റൊരു മുദബ്ബിറുൽ ആലമുണ്ട് എന്ന് പറയുന്നത്, എന്റെ റാസിഖ് അല്ലാഹുവല്ല വേറെ ഒരു റാസിഖ് ഉണ്ട് എന്ന് വാദിച്ചാൽ, അല്ലേ എന്റെ മാലിക് റബ്ബല്ലാതെ വേറെ മാലിക്കുണ്ട് എന്ന് വാദിച്ചാൽ, എന്റെ മുദബ്ബിർ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബല്ലാത്ത വേറൊരു മുദബ്ബിർ ഉണ്ട് എന്ന് വാദിച്ചാൽ, പ്രിയപ്പെട്ടവരെ ഹക്ക് മനസ്സിലായിട്ടും അതിനുശേഷം ഈ വടികേടിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഹക്കിന് ശേഷമുള്ളത് വടികേടല്ലാതെ മറ്റെന്താണ്? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടും എന്താണ് അവർ പിഴച്ചു പോകുന്നത്, തെന്നിപ്പോകുന്നത്, തെറ്റിപ്പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വിലപ്പെട്ട ചോദ്യമാണ്. സൂറത്ത് യൂനുസിലെ 31-32 വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയാൽ മക്കയിലെ മുശ്രിക്കുകളായ ആളുകളുടെ വിശ്വാസത്തെ ദീർഘമായി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ സമയമില്ല. അവരോട് നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ മറുപടി അല്ലാ എന്നായിരുന്നു. മുഅ്മിനീങ്ങളല്ലാത്ത, മുസ്ലിങ്ങളല്ലാത്ത മുശ്രിക്കുകളായ അബൂജഹലിനെ പോലെയുള്ള ആളുകൾ, അല്ലേ, അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ, കപ്പൽ ആടിയുലയാൻ തുടങ്ങിയാൽ, തിരമാലകൾ കപ്പലിനെ മുക്കിക്കളയുമെന്ന് കണ്ടാൽ ഉടനെ അവർ എല്ലാവരെയും വിട്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് ആത്മാർത്ഥമായി തന്റെ മനസ്സിനെ ഉയർത്തി അവർ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി. നോക്കൂ നിങ്ങൾ, അവരെ കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടുത്തി കൊടുത്താൽ, കടലിൽ കപ്പൽ മുങ്ങിപ്പോകുമെന്ന് കണ്ടാൽ, അപകടത്തിലാകുമെന്ന് കണ്ടാൽ അവരെല്ലാ ആത്മാർത്ഥതയും റബ്ബിലേക്ക് തിരിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, കരയിൽ നിന്ന് കരയിലേക്ക്, കടലിൽ നിന്ന് കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തി കൊടുത്താൽ പിന്നെ ഇദാഹും യുശ്രികൂൻ, അവർ വീണ്ടും ശിർക്ക് ചെയ്യുന്നവരായി മാറുന്നു എന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ മുമ്പാകെ വെച്ചത്. ശരി, നിൽക്കട്ടെ. അപ്പോ മക്കയിലെ മുശ്രിക്കുകൾ പോലും പറയാൻ മടിച്ചിട്ടുള്ള വർത്തമാനമാണ് ഇന്നത്തെ ലോകത്ത് മുസ്ലിങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന, നിങ്ങളൊക്കെ പിഴച്ചവരാണ്, നിങ്ങളൊക്കെ വഴിതെറ്റിയവരാണ്, നിങ്ങളൊക്കെ പുതിയ കക്ഷികളാണ് എന്ന് പറയുന്നവരും ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് അവർ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണ് മുദബ്ബിറുൽ ആലം എന്ന് ചോദിച്ചാൽ അതിൽപ്പെട്ട പല മനുഷ്യർക്കും സംശയിച്ചു നിൽക്കേണ്ടി വരുന്നു. 14 നൂറ്റാണ്ട് കാലമായി കൈമാറി വന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബുണ്ടല്ലോ, എന്നെയും നിങ്ങളെയും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചതുപോലെ യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ തലാത്ത്. 3 ഇരുട്ടറകളിൽ, 3 അന്ധകാരങ്ങൾക്കുള്ളിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവൻ നിങ്ങളെ സംവിധാനിച്ചു, സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ പ്രപഞ്ചത്തിന്റെ നാഥനുണ്ടല്ലോ, തെറിച്ചു വീണ ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ 3-ാമത്തെ ഇരുട്ടറയിൽ കൊണ്ടുപോയി അട്ടയെ പോലെ തൂങ്ങിപ്പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന്, രക്തപിണ്ഡത്തിൽ നിന്ന്, മാംസപിണ്ഡത്തിൽ നിന്ന്, പിന്നെ എല്ലുകൾക്ക് മാംസം കൊണ്ട് പൊതിഞ്ഞ് ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന ഒരു ലോകത്തിന്റെ രക്ഷിതാവില്ലേ, ആ ലോകത്തിന്റെ രക്ഷിതാവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ യാതൊരുവിധ സംശയവുമില്ലാത്ത മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിലേക്ക് ആരാണ് മുദബ്ബിറുൽ ആലം എന്ന് ചോദിച്ചാൽ സംശയിച്ചു നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്നത്തെ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പേരിട്ട് വിളിക്കുന്ന അക്കൂട്ടത്തിലെ ചില പണ്ഡിതന്മാർ തുനിഞ്ഞിറങ്ങി ഈ മുസ്ലിം ഉമ്മത്തിനെ സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം പരിശുദ്ധ ഖുർആനിൽ ഓതിയ ആയത്തിന്റെ കഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ. ഇത് വടികേടല്ലെങ്കിൽ പിന്നെ എന്താണ് വടികേടായിട്ടുള്ളത് എന്ന് നമ്മൾ എല്ലാവരും പഠിക്കണം. 5 നേരത്തെ നമസ്കാരത്തിൽ 17 തവണ ഞാനും നിങ്ങളുമൊക്കെ നിർബന്ധമായി നിസ്കരിക്കേണ്ട ആ 17 റക്അത്തുകളിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചൊല്ലുന്ന അഊദു ബിസ്മിഹിം കഴിഞ്ഞാൽ പറയുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
ലോകരക്ഷിതാവായ, ലോകരുടെ രക്ഷിതാവായ എല്ലാം ഉൾപ്പെടുകയാണതിൽ. ആ റബ്ബിനെയാണ് ഞാനും നിങ്ങളും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഈ വാദം കൊണ്ടുവരുന്നവർ പറയുന്ന ഓരോ വർത്തമാനങ്ങളെ ഞാനും നിങ്ങളും അത്ഭുതകരമായി കേൾക്കേണ്ടതുണ്ട്. എന്താ പറയുന്നത്? പുതിയ പുതിയ നോട്ടീസുകൾ നമ്മുടെ ജില്ലകളിൽ, തൊട്ടപ്പുറത്തെ ജില്ലകളിലൊക്കെ, കേരളക്കരയിലൊക്കെ കാണുന്നു. മുദബ്ബിറുൽ ആലം എന്ന് നോട്ടീസ് തന്നെ അടിക്കുകയാണ്. ആ നോട്ടീസിന്റെ പിറകിൽ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെയല്ല പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞ ചിറ്റടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ജീവിതകാലത്ത് മാനസിക അസ്വസ്ഥതയോടുകൂടി ജീവിച്ചു മരിച്ചുപോയ ആ മനുഷ്യന്റെ പേരിട്ടുകൊണ്ട് പരസ്യമായി ഇദ്ദേഹമാണ് മുദബ്ബിറുൽ ആലം എന്ന് പ്രസംഗിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇത് സാധിക്കുന്നത്? മുസ്ലിം ഉമ്മത്ത് പറയുന്ന വാക്ക് ഹദീസിൽ നിന്ന് നമ്മൾ പഠിച്ചത്, മൻ റളിയ ബില്ലാഹി റബ്ബഹ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ റസൂല എന്ന് പറയുന്നവരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ദാക തുഅമൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവർ ആര് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമോ എന്ന് ചോദിച്ചുകൊണ്ട്, ഈമാനിന്റെ മാധുര്യം നുകരാൻ ആർക്കാണ് സാധിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയണോ എന്ന് പറഞ്ഞിട്ടാണ് മൻ റളിയ ബില്ലാഹി റബ്ബ, ഈ അല്ലാഹുവിനെ, റബ്ബിനെ ഞാൻ എന്തായി കാണണം? എന്റെ റബ്ബിനെ, പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ എന്റെ ദീനിനെ, എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതം കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. എന്ത്? അല്ലാഹുവിനെ, എന്റെ റബ്ബിനെ, ഞാൻ അല്ലാഹുവിനെ, ഞാൻ എന്റെ റബ്ബിനെ, പിന്നെ എന്റെ അല്ലാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെടുകയാണ്. അതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഞാൻ എന്റെ ദീനായി തൃപ്തിപ്പെടുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനായി ഞാൻ തൃപ്തിപ്പെടുകയാണ്. എങ്കിൽ ഈ അല്ലാഹ് എന്ന് പറയുന്ന എല്ലാ മനുഷ്യരും സർവ്വ ആരാധനയും അങ്ങോട്ട് നീക്കിവെക്കേണ്ടതായ, യാഥാർത്ഥ്യബോധത്തോടു കൂടി മനസ്സിലാക്കേണ്ടതായ, സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു ആര്, ആ റബ്ബ് എന്ത് എന്നർത്ഥം പഠിക്കുമ്പോ ആ റബ്ബ് മാലിക്കാവണം, ആ റബ്ബ് ഖാലിക്കാവണം, അല്ലെ, ആ റബ്ബ് മുദബ്ബിറാവണം. അങ്ങനെ എല്ലാ ഗുണവിശേഷണങ്ങളും അല്ലാഹുവിന് വെച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. പടച്ചവൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ഗുണവിശേഷണങ്ങളും അല്ലാഹുവിൻ്റെതായി പഠിപ്പിച്ച ഒന്നും ഒരാൾക്കും വക വെച്ചു കൊടുക്കാതെ, എന്റെ റാസിക്ക്, എനിക്ക് ഉപജീവന മാർഗം നൽകുന്നവൻ, അല്ലേ, എന്നെ നിയന്ത്രിക്കുന്നവൻ, എന്റെ എല്ലാ കാര്യങ്ങളും കൈകർത്തൃത്വം ചെയ്യുന്നവൻ അവനാണ് എന്ന് വിശ്വസിക്കുന്ന അർത്ഥത്തിൽ ഈ വാക്ക് പറയുന്ന മുസൽമാന്, മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ റസൂല എന്ന് പറയുന്നവനെ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളെ മുദബ്ബിറുൽ ആലമായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഈ അല്ലാഹുവിനെ വിട്ട് വേറെ ഒരാൾ ലോകത്തെ നിയന്ത്രിക്കുന്നുവെന്ന് പറയാൻ, ഈ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം ആളുകൾ ഹിദായത്ത് നൽകുമെന്ന് പറയാൻ, ഈ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും വ്യക്തിയോ കൂട്ടങ്ങളോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയാൻ എങ്ങനെയാണ്? ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു മുസൽമാന് സാധിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി അറിയേണ്ടതുണ്ട്. ഈ വാദം, ഈ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന വാദം, പ്രിയപ്പെട്ടവരെ, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് ഷിയാക്കളിൽ നിന്ന് കൈമാറി വന്നതാണ്. ആരാണ് ഷിയാക്കൾ എന്നറിയാത്ത നാടന്മാരായ മനുഷ്യന്മാരുണ്ടാകും. 2-3 മിനിറ്റ് ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ആരാണ് ഷിയാക്കൾ എന്ന് പറയുന്നവർ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ, ആ പ്രിയപ്പെട്ട മഹദിയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ 2 ഖലീഫമാരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് വിശ്വസിക്കുകയും അവരുടെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നവരാണ് ഷിയാക്കൾ എന്ന് പറയുന്നവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന നമ്മുടെ ഉമ്മ മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്നും ദീനിൽ നിന്ന് പുറത്തുപോയവളാണ് എന്നും പ്രഖ്യാപിക്കുന്നവരാണ് ഷിയാക്കൾ. മൂന്നാമത്തെ കാര്യം എന്താണ്? അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന 4ാമത്തെ ഖലീഫ, ആ ഖലീഫക്ക് നുബുവത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് വാദിക്കുന്നവരാണ്.
എന്ത് പ്രവാചകത്വത്തിൽ പങ്കാളിത്തമുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന് എന്ന് വാദിക്കുന്നവരാണ് ഷിയാക്കള്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു പ്രവാചകത്വം കിട്ടേണ്ടിയിരുന്നത്. പിതൃവ്യ സഹോദരങ്ങളായ രണ്ടുപേരുടെയും മുഖച്ഛായ ഒന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുഖച്ഛായ ഏകദേശം ഒരുപോലെയാണ്. ജിബ്രീലിന് മാറിപ്പോയതാണ് എന്നുവരെ നോക്ക് നിങ്ങൾ. എത്രമാത്രം അപകടകരമായ വിഡ്ഢിത്തം നിറഞ്ഞ വാദമാണ് ഷിയാക്കൾ ലോകത്തോട് പറയുന്നത്. അങ്ങനെ ആള് മാറിപ്പോയതാണ് എന്ന് വാദിക്കുന്നവരാണ് ഷിയാക്കള്. പകുതി നുബുവത്തിന്റെ പകുതി അലി റളിയല്ലാഹു അൻഹുവിനും പകുതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ് എന്ന് വാദിക്കുന്നവരാണ് ഷിയാക്കള്. ആത്മീയമായ മേഖല മുഴുവനും അലി റളിയല്ലാഹു അൻഹുവിനും, ബാഹ്യമായ മേഖല മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇൽമ അങ്ങനെ രണ്ടായി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വാദിക്കുന്നവരാണ് ഷിയാക്കള്. അല്ല, പൂർണ്ണമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല നബിയായി വരേണ്ടിയിരുന്നത്. നബിയായിട്ടുള്ളത് അത് അലി റളിയല്ലാഹു തന്നെയാണ് എന്ന് വാദിക്കുന്ന കടന്ന ആളുകളും ഷിയാക്കളുടെ കൂട്ടത്തിലുണ്ട്. അതിനപ്പുറം ഒന്നുകൂടി കടന്നിട്ട് എങ്ങനെ ദൈവീകമായ ചില ശക്തി അലി റളിയല്ലാഹു അൻഹുവിനുണ്ട് എന്ന് വാദിക്കുന്ന ഒരു ടീം ഷിയാക്കളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇനി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ. ജന്മദിനാഘോഷങ്ങളും ചരമദിനാഘോഷങ്ങളും ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറയുന്ന 1400 കൊല്ലത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഈ ലോക മനുഷ്യരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്നറിയുമോ? ഈ ഷിയാക്കളായിരുന്നു എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരുടെയൊക്കെ ജന്മദിനാഘോഷമാണ് ഹിജ്റ 300-ൽ ഷിയാക്കൾ തുടങ്ങി വെച്ചത് എന്ന് പരിശോധിക്കുമ്പോ നിങ്ങൾക്ക് കാണാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹു, അന്നത്തെ ഷിയാക്കളുടെ നേതാവ്. അങ്ങനെ 6 മനുഷ്യരുടെ ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് ജന്മദിനാഘോഷങ്ങൾക്കും ചരമദിനാഘോഷങ്ങൾക്കും ഈ ലോകത്ത് മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത ഒന്നിനെ അള്ളാഹുവിന്റെ മതത്തിന്റെ പേരിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ ഉള്ളിൽ കയറി ഇസ്ലാമിനെ തകർത്തെറിയാൻ ശ്രമിച്ചവർ ഷിയാക്കളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനപ്പുറം പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള 6236 ആയത്തുകളുള്ള ഖുർആൻ പൂർണ്ണമല്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂരയിൽ സൂക്ഷിക്കുകയും അലി റളിയല്ലാഹു ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ഖുർആൻ ഉണ്ട്. അതിൽ 17000 ആയത്തുകൾ ഉണ്ടായിരുന്നു. എത്ര? 17000 ആയത്തുകൾ. അതിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഷിയാക്കൾ ലോകത്തോട് പറഞ്ഞത് ഈ മൂന്നാളുകളും അവർക്ക് ഇഷ്ടപ്പെടാത്തത് മുഴുവനും വെട്ടിമാറ്റി, പലതും വെട്ടി ചുരുക്കി അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ക്രോഡീകരിച്ചെടുത്തത്. അങ്ങനെയാണ് ഇന്ന് നിൽക്കുന്ന ഖുർആൻ. ഇത് ഒറിജിനൽ ഖുർആൻ അല്ല എന്ന് ലോകത്തോട് വാദിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. ആര്? ഈ ഷിയാക്കൾ എന്ന് പറയുന്നവർ. എന്തിനാ ഞാൻ ഇത് പറയുന്നത്? ഇറാഖിൽ ഹിജ്റ 300-ൽ കാലഘട്ടത്തിൽ ഇറാഖിന്റെ മണ്ണിൽ ആദ്യമായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണെന്ന് പറഞ്ഞ് ഒരു ഖബർ എടുപ്പുണ്ടാക്കി ജാറ വ്യവസ്ഥക്ക് തുടക്കം കുറിച്ചവരാണ് ഷിയാക്കൾ എന്ന് പറയുന്നവർ. ഈ അലി റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറിക്കൊടുത്ത മുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ അല്ലാഹു തആല മുഹമ്മദ് നബിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന വാദവും മുദബ്ബിറുൽ അംർ എന്ന് പറയുന്ന വാദവും കൈമാറിക്കൊടുത്തത് ഷിയാക്കളായിരുന്നു. അപ്പൊ ഈ വാദം ഇന്നത്തെ കാലത്ത് തുടങ്ങി വെച്ചതല്ല. ഈ വൃത്തികേട് മുഴുവനും ചെയ്തു വെച്ച ഷിയാക്കൾ തന്നെയാണ് മുദബ്ബിറുൽ ആലം എന്ന വാദവും മുദബ്ബിറുൽ അംർ എന്ന വാദവും ഒക്കെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഷിയാക്കൾ ആരാണ് എന്ന് പഠിപ്പിച്ചത്. ഈ വൃത്തികേടുകൾ മുഴുവനും പറയുന്ന, സ്വഹാബികളെ കുറിച്ച് ലഅനത്ത് പറയുന്ന, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരിണി എന്ന് പറയുന്ന, ഇന്ന് നിലനിൽക്കുന്ന ഖുർആൻ അല്ല ഒറിജിനൽ ഖുർആൻ എന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഷിയാക്കൾ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർത്തെറിയാൻ വേണ്ടി ജൂദായിസത്തിന്റെ കൂട്ടുകെട്ടിലൂടെ രംഗത്ത് വന്ന ഷിയാക്കൾ എന്ന് പറയുന്ന ടീമിൽ നിന്ന് കടമെടുത്തതാണ് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന വാദമെന്ന്
ഞാനും നിങ്ങളും ബോധ്യപ്പെടാനും അത് പഠിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഈ ഷിയാക്കൾ ആർക്ക് കൈമാറിക്കൊടുത്തു ഈ വാദം? സൂഫികൾക്ക് കൈമാറിക്കൊടുത്തു, തസവ്വുഫിന്റെ ആളുകൾക്ക് കൈമാറിക്കൊടുത്തു. അവരാണ് പിന്നെ ത്വരീഖത്തുകളായി മാറിയത്, അല്ലെ? സൂഫി ചിന്തകളുള്ള പലരുമാണ് പിന്നീട് ത്വരീഖത്തിന്റെ ആളുകളായി ലോകത്തിന്റെ പല ഭാഗത്തും വന്നിട്ടുള്ളത്. അതിൽപ്പെട്ട ഷിയാക്കളുടെ നേതാവായി അറിയപ്പെടുന്ന, പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുന്ന, അവർ റൂഹുള്ള എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഇമാം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഖുമൈനി എന്ന് പരിചയപ്പെടുത്തുന്ന, നിങ്ങൾക്കൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം കാണാം. ആ മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വാദിക്കുന്ന ഈ വാദത്തിന്റെ ആളുകൾക്ക് മുന്നിലേക്ക് ഷിയാക്കളുടെ നേതാവായ ഇമാം എന്നവർ പേരിട്ട് വിളിക്കുന്ന, റൂഹുള്ള എന്നവർ പേരിട്ട് വിളിക്കുന്ന ഖുമൈനിയാണ് ലോകത്തോട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ശിർക്കും തൗഹീദും വിശദീകരിക്കുന്ന സ്ഥലത്ത് അവർ പേരിട്ട് പറയുന്ന ഖുമൈനി പറഞ്ഞു, അന്ന ശിർക ഹുവ തലബു ശൈഇൻ മിൻ അഹദിൻ ഗൈരില്ലാ ബിഇഅ്തിബാരി അന്നഹു റബ്ബ് വമാ അദാ ദാലിക ഫലൈസ ശിർഖാ. ഇതാരുടെ വാദമാണെന്നറിയുമോ? ഇമാം ഖുമൈനി എന്നവർ പേരിട്ട് വിളിക്കുന്ന ഷിയാക്കളുടെ നേതാവായ ഈ ഖുമൈനി ലോകത്തോട് പറയുന്നത് എന്താണെന്നറിയോ? ഇബാദത്ത് അല്ലെങ്കിൽ തൗഹീദ് എന്നൊക്കെ വിശദീകരിച്ച്, ശിർക്ക് വിശദീകരിച്ച് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം പറയുന്നത്, ഒരു കാര്യം ഇബാദത്തായി മാറണമെങ്കിൽ എന്തു വേണം? ആരാധനയായി മാറണമെങ്കിൽ. ഇപ്പൊ ഞാൻ ഒരാളുടെ മുമ്പിൽ ഇസ്തിഗാസ നടത്തുമ്പോ, ഒരാളുടെ സഹായത്തെട്ടം നടത്തുമ്പോ അവർ റബ്ബാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ റബ്ബിന്റെ സ്ഥാനം അവർക്ക് കൊടുത്തിട്ട് ചെയ്താൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. വമാ അദാ ദാലിക ഫലൈസ ശിർക്കാ. അതല്ലാത്തതൊന്നും ശിർക്കാവുകയില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഈ ഷിയാക്കളുടെ നേതാവ് ഖുമൈനി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതേ വാദമാണ് ഇന്ന് സൂഫികൾ ഷിയാക്കളിലൂടെ കൈമാറി വന്ന് സൂഫികളിലേക്ക് എത്തി, സൂഫികളിൽ നിന്ന് കൈമാറി വന്ന് നമ്മുടെ നാട്ടിൽ സമസ്തക്കാരെന്നറിയപ്പെടുന്ന ആളുകളിലേക്ക് എത്തി. അവർ ഇന്നും വാദിക്കുന്നുണ്ട് ഈ വാദമെന്ന്. ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ദീർഘമായി വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുശ്രിക്കുകളായ ആളുകളുടെ സ്വഭാവത്തെ പറഞ്ഞപ്പോ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനവും 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്തും 26-ാം അധ്യായം സൂറത്ത് ശുഅറായിലെ 71, 72, 73, 74 ആയത്തുകളുമൊക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ ഉമ്മമാരും വല്ലിപ്പമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമാണ്. ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ഒരിക്കലും ആരാധിക്കുന്നില്ല എന്ന് വാദിച്ച് അന്നത്തെ കാലത്തെ ആളുകളുടെ വാദമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിൽ, 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനിസിൽ 18-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇതൊന്നും ലോകത്ത് വാദിക്കുന്നില്ലേ? ഉണ്ട്. സൂറത്ത് ശുഅറായിൽ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇവർ ഉപകാരമോ ഉപദ്രവമോ വരുത്തുമോ ഇല്ലയോ, അതൊന്നും ചർച്ചാ വിഷയമല്ല. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഉപ്പമാരെ കണ്ടത്, കാരണവന്മാരെ കണ്ടത് എങ്ങനെ? ഇപ്രകാരം ചെയ്യുന്നവരായിട്ടാണ്. നിങ്ങളൊക്കെ പുത്തൻവാദികളാണ്. ഞങ്ങളുടെ ഉപ്പമാരും വല്ലിപ്പമാരും കാരണവന്മാരും പണ്ഡിതന്മാരും കാണിച്ചു തന്ന വഴികളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാദം ഞാൻ എന്തിനാണ് ഇതിനോട് ചേർത്ത് വെക്കുന്നത്? ഇന്നും ഈ കൈമാറി വരുന്ന പടച്ചവൻ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കാവുകയില്ല. അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് എന്തായിരുന്നു? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. എത്ര ക്ലിയറാണ് അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്നെയും നിങ്ങളെയും അവരുടെ തൽബിയത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു. നിനക്കൊരു പങ്കാളിയുമില്ല അല്ലാഹ്. ഇല്ലാ ശരീകൻ ഹുവ ലക. നിനക്കുള്ള പങ്കാളി, ഈ പങ്കാളി നിനക്കുള്ള പങ്കാളിയാണ്. തംലികുഹു വമാ മലക. ഈ പങ്കാളിയുടെ ഉടമസ്ഥാവകാശം നിനക്കാണ് റബ്ബേ, നിന്റെ പക്കലാണ്, നിന്റെ അധീനതയിലാണ്, നിന്റെ അധികാരത്തിലാണ്. നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ അല്ലാഹു തആല അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്ന വാദം ഷിയാക്കളിലൂടെ കൈമാറി, സൂഫികളിലൂടെ കൈമാറി ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സമസ്തയിലേക്ക് എത്തി എന്നതിന്റെ അപകടത്തിന്റെ ആ ശ്രേണി മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വെച്ചിട്ടുള്ളത്
എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതെന്താണ് ഈ ഫൽ മുദബ്ബിറാത്തി അംറ അല്ലെങ്കിൽ ഈ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന വിഷയവുമായിട്ട് എന്താണ് ബന്ധം? അപ്പൊ ഇവന് എന്ത് കഴിവും കൊടുക്കാലോ. അല്ലാഹു തആല ഈ കഴിവിന് വല്ല പരിധിയുമുണ്ടോ? ഒരു പരിധിയില്ല, എന്ത് കഴിവും കൊടുക്കാം. ഒരു സഖാഫിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് സിഎം എന്ന് പറയുന്ന ശൈഖുന മുദബ്ബിറുൽ ആലമാണ്. എല്ലാ ക്രയവിക്രയ അധികാരങ്ങളും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശൈഖുന മുദബ്ബിറുൽ ആലമാണെന്ന് വിശ്വസിച്ചു കൊള്ളണം എന്നതാണ്. കളിപ്പിടാനുള്ള സമയമില്ല. മുദബ്ബിറുൽ ആലമാണ് ശൈഖുന എന്ന് വിശ്വസിച്ചു കൊള്ളണം എന്ന് ആരാ പ്രസംഗിക്കുന്നത്? സഖാഫി ബിരുദം വാങ്ങിയ ഒരു പണ്ഡിതനായി അറിയപ്പെടുന്ന ഒരാളാണ്. ഇത് പബ്ലിക്കിന്റെ മുന്നിൽ വളരെ പച്ചക്ക് ഇന്നത്തെ ലോകത്ത് പ്രസംഗിക്കുന്നത്. മുമ്പും ഇവിടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര പച്ചക്കവർ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് പറയാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുന്നൊരവസ്ഥ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ പറയുന്നത് ഒരു ഉസ്താദ് കരഞ്ഞ പോലെ പറയുകയാണ്. എന്താ പറയുന്നതെന്ന് അറിയുമോ? നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ഖൈറും നമുക്കുണ്ടെങ്കിൽ അത് സിഎമ്മിൽ നിന്ന് കിട്ടുന്നതാണ്. സ്വർഗത്തിന്റെ അധികാരം വരെ സിഎമ്മിനാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. എങ്ങനെ? എല്ലാ നന്മയും അല്ലാഹുവിൽ നിന്നാണ് എന്ന് പറയുന്നതിന് പകരം എല്ലാ നന്മയും നമുക്ക് കിട്ടുന്നത് ശൈഖുനയിൽ നിന്നാണ്, സിഎമ്മിൽ നിന്നാണ്. ദുനിയാവും നമുക്ക് നൽകാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നമുക്ക് നൽകാനുള്ളത് ശൈഖുനയാണ്. ഇതൊരു ഉസ്താദിന്റെ പ്രസംഗമാണ്. എവിടെ എത്തി? ഈ മുദബ്ബിറുൽ ആലമാണ് സിഎം എന്ന് പറയുന്ന ചിത്തടി മീറ്റൽ അബൂബക്കർ സാഹിബിനെ കുറിച്ച് എന്താ ഇന്നത്തെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത്? ആഖിറം നമുക്ക് തരാനുള്ളത് സിഎം ആണ്, ദുനിയാവും നമുക്ക് നൽകുന്നത് ഇവിടെ കിട്ടുന്ന നന്മ മുഴുവനും നമുക്ക് ശൈഖുനയിൽ നിന്ന് കിട്ടുന്നതാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ വാദം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ സ്വന്തം മകളോട് വരെ പറഞ്ഞത്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ലോകം കണ്ട ഏറ്റവും വലിയ പിന്നെ മഹാവ്യക്തിത്വമായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോട് പോലും പറഞ്ഞത്, സലീമി മാലി, എന്റെ സമ്പത്തെന്ന് ചോദിച്ച മോളെ, പക്ഷേ നാളെ നിന്നെ പരലോകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ വാപ്പക്ക് കഴിയില്ല മോളെ എന്ന് മുത്തുറബി സ്വന്തം മകളോട് പറഞ്ഞത്. നമ്മളെല്ലാവരും ഇസ്ലാമിന്റെ അധ്യാപനയിൽ നിന്ന് കേട്ടുപഠിച്ചവരാണ്. എന്നിട്ടാണ് ഈ വാദം സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സ്വപ്നം കാണുന്ന പകരം വെക്കാൻ ആളില്ലാത്ത പകരക്കാരൻ പറയുന്നത്, ഖബറിൽ കടന്നുകൊണ്ട് ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം അശ്രദ്ധ പറ്റിപ്പോയാൽ വിമാനങ്ങൾ കൂട്ടിയിടിക്കും. എന്ത്? ഒരു ഉസ്താദിന്റെ മറ്റൊരു ഉസ്താദിന്റെ പ്രസംഗമാണ്. ഇവരെ എവിടെ എത്തി എന്ന് മനസ്സിലാക്കാനാണ്. അതിനപ്പുറം മറ്റൊരു ഉസ്താദിന്റെ പ്രസംഗം ഇങ്ങനെയാണ്, അല്ലാഹുവിന്റെ അർശും അല്ലാഹുവിന്റെ കുർസിയും, എങ്ങനെ? അല്ലാഹുവിന്റെ സിംഹാസനവും അല്ലാഹുവിന്റെ അർശും കുർസിയും ഒക്കെ ഈ മടവൂരിൽ കിടക്കുന്ന, ഖബറിനുള്ളിൽ കിടക്കുന്ന സിഎം എന്ന് പറയുന്ന ശൈഖുനയുടെ ഉള്ളം കയ്യിലാണത്രേ. എങ്ങനെ? ശൈഖുന എന്ന് പറയുന്ന സിഎമ്മിന്റെ ഉള്ളം കയ്യിലാണത്രേ അല്ലാഹുവിന്റെ അർശും അല്ലാഹുവിന്റെ കുർസിയും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് എന്താ അറിയോ? ആയത്തോടിയിട്ട് വസിയ കുർസിയുഹു സമാവാതി വൽ അർള് എന്ന് പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തന്നത്, ആ കുർസി എന്ന് പറയുന്നത് ആകാശഭൂമിയോളം വിശാലം, അതിനേക്കാൾ വിശാലമാണ്. എങ്ങനെ? അർശ് അതിനേക്കാൾ വിശാലമാണ്. അപ്പൊ ആകാശഭൂമികളെക്കാൾ വിശാലമായ, സർവ്വതിനേക്കാളും വിശാലമായ അല്ലാഹുവിന്റെ കുർസിയ് ഈ സിഎം എന്ന് പറയുന്ന ശൈഖുനയുടെ മുദബ്ബിറുൽ ആലമാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ശൈഖുനയുടെ ഉള്ളം കയ്യിലാണ് എന്ന് മറ്റൊരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്. നഊദു ബില്ലാഹ്. മറ്റൊരു ഉസ്താദിന്റെ പ്രസംഗം ഇതൊക്കെ ക്ലിപ്പിട്ട് കാണിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, സിഎം ഒരിക്കൽ പറഞ്ഞത്രേ, അനല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹ്. അതിന്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ്. അതിന്റെ അർത്ഥം എന്താ മനസ്സിലാവാനുള്ളത്? അല്ലാഹ് തന്നെ ഞാനാണ് എന്നാണ് സിഎം ഒരിക്കൽ പറഞ്ഞത് എന്ന് പ്രസംഗിക്കുന്നു മറ്റൊരു ഉസ്താദ്. ഞാൻ ഇനി ആ പ്രസംഗത്തിന്റെ വാക്കുകളിലേക്ക് പോകുന്നില്ല, എന്റെ അവസാന വാചകങ്ങളിലേക്കും സെന്റൻസിലേക്കും ഞാൻ പോവുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ ലിമിറ്റുകളും എല്ലാ പരിധികളും പരിമിതികളും ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ
കൃത്യമായ ശുദ്ധ കളവുകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോ ഇത് ശരിയല്ലെന്ന് പറയാൻ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. ഇത് പറയാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. ഇവിടെ നേരത്തെ സംസാരിച്ച പല സംസാരങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പറയേണ്ടവരാണ്. രാജ്യത്ത് നടക്കുന്ന ഏത് അനീതിക്കെതിരെയും നമ്മൾ സംസാരിക്കേണ്ടവരാണ്, സംസാരിച്ചിട്ടുണ്ട്. ലെസ്ബിയൻ ചിന്തകൾക്കെതിരെ, ഗേ ചിന്തകൾക്കെതിരെ, ലിബറലിസം ചിന്തകൾക്കെതിരെ എല്ലാറ്റിനെതിരെയും നമ്മൾ സംസാരിക്കേണ്ടവരാണ്. പക്ഷേ ഈ തൗഹീദ് പറയാൻ ഇത്ര വലിയ അപകടങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെ പറയാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല എന്ന ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. കാന്തപുരം വിഭാഗത്തിൽ ഒരു പണ്ഡിതനായ പൊന്മല എന്ന് പറയുന്ന ഒരു വലിയ ഉസ്താദുണ്ട്, വലിയൊരു ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എല്ലാവരും ഈ CM-നെ കുറിച്ച് മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നമ്മൾ വിചാരിച്ചു അതിനോട് എതിർപ്പുണ്ടായത് കൊണ്ടാണ്. അല്ല, അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയോ? ഞാനൊന്നും മിണ്ടാത്തത് എന്താ എന്ന് നിങ്ങൾക്കറിയോ? CM-ന്റെ പദവി എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. മുദബ്ബിറുൽ ആലമിനേക്കാൾ വലിയ പദവിയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സ്ഥാനം കുറഞ്ഞു പോകുമോ എന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് എന്നാണ്. മാനസിക അസ്വസ്ഥതയുള്ള രണ്ടാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ച ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് രക്ഷിതാക്കളോട് വരാൻ പറഞ്ഞപ്പോ രണ്ടാളും മാറിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി രണ്ടാളോടും പറഞ്ഞു ഒന്ന് കുനിഞ്ഞിരിക്കാൻ. നിങ്ങൾ രണ്ടാളും സൈക്കിളിലാണ് ഇരിക്കുന്നത്, ചവിട്ടിക്കോ എന്ന് പറഞ്ഞു. സൈക്കിളില്ല, ഇറക്കല്ല, കയറ്റല്ല, റോഡില്ല, ഒന്നുമില്ല. മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഒരാളിങ്ങനെ ചവിട്ടി, മറ്റേ രക്ഷിതാക്കൾ പറഞ്ഞു അൽഹംദുലില്ലാ എന്റെ കുട്ടിയുടേത് മാറിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഷോൾഡർ തട്ടിയിട്ട് ചോദിച്ചു, എന്താ നീ ചവിട്ടാത്തത്? ഞാൻ ഇറക്കത്തിലാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. എന്ന പോലെയാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് മിണ്ടാതിരിക്കുന്ന ചില ആളുകളോട് ചോദിക്കുമ്പോ ഇവർക്കൊക്കെ അസുഖം മാറിയെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. അസുഖം മാറിയിട്ടല്ല മിണ്ടാതിരിക്കുന്നത്. പിന്നെയോ അതിനേക്കാൾ അപ്പുറമാണ്. ഞാനത് പറഞ്ഞാൽ മുദബ്ബിറുൽ ആലമിനേക്കാൾ വലിയ പദവിയിലാണോ, പിന്നെ എന്റെ വാക്കുകൊണ്ട് പദവി കുറഞ്ഞു പോകുമോ എന്ന പേടിയിലാണ് ഞാൻ ഒന്നും മിണ്ടാത്തത് എന്ന് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പറയുമ്പോ ഞാനും നിങ്ങളും ഓർക്കണം. അവസാനിപ്പിക്കുമ്പോൾ ഒരായത്ത് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഫൽ മുദബ്ബിറാത്തി അംറാ. അപ്പൊ പിന്നെ അവിടെ അള്ളാഹു ജമ്മാണല്ലോ പ്രയോഗിച്ചത്, മുദബ്ബിറാത്ത് എന്നാണല്ലോ പ്രയോഗിച്ചത്. മുദബ്ബിർ എന്ന് പറഞ്ഞാ പോലെ അല്ല മാത്രമേ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തവനുള്ളുവെങ്കിൽ മുദബ്ബിർ എന്നല്ലേ പറയേണ്ടത്. ഇവിടെ അല്ല പ്രയോഗിച്ചത് ഫൽ മുദബ്ബിറാത്തി അംറാ എന്നല്ലേ. കുറെ നിയന്ത്രണം ഏറ്റെടുത്ത ആളുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. തഫ്സീർ വായിച്ചു നോക്കൂ നിങ്ങൾ. അത് മലായിക്കത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അതേ കാഹളത്തിൽ ഊതാൻ മലക്കിനെ അല്ലാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വഹീ കൊടുക്കാൻ അല്ലാഹു മലക്കിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഇല്ലേ? അതുപോലെ ഇടിയും മിന്നലും അതുപോലെ മഴയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി അല്ലാഹു മലക്കുകൾ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മലക്കുകൾ കേൾപ്പിച്ചു കൊടുത്ത ചില ഡ്യൂട്ടികളെ കുറിച്ചാണ് പറയുന്നത് എന്ന് തഫ്സീറുകൾ വിശദീകരിച്ചത് നമുക്കെല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയണില്ലേ? അപ്പൊ പിന്നെ ഇനി വേറെയും ഖാലിഖുകൾ ഉണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ലോകത്താളുകൾ വരുമോ സുഹൃത്തുക്കളെ? അങ്ങനെ എത്ര ആയത്തുകളുണ്ട്. ആ അർത്ഥത്തിൽ പറയാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണവിശേഷണത്തിലേക്ക് ഞാനും നിങ്ങളും ജാഗ്രത പാലിക്കണേ. ഗൗരവത്തോടു കൂടി ശിർക്കിനെ കാണണേ. മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക എന്ന് അല്ലാഹു തആല പറഞ്ഞത് സാന്ദർഭികമായി നമ്മൾ ഓർക്കണം. താങ്കളാണ് ശിർക്ക് ചെയ്തതെങ്കിൽ താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, താങ്കൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് ഏത് വഴിയിലൂടെയാണ് ശിർക്ക് കടന്നു വരുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ശരിക്കും ആലോചിക്കണം, ശരിക്കും ചിന്തിക്കണം. ഈ ജാറ വ്യവസായങ്ങളുടെ പിന്നിലൊക്കെ ഷിയാക്കളാണെങ്കിൽ ആരാണ് ഈ പാരമ്പര്യം ഏറ്റെടുത്ത് മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പഠിക്കണം. അല്ലാഹു എന്ന് പറയുന്ന സാക്ഷാൽ ആരാധ്യനായ അവന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും